ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസിലാണ്. അപ്പോൾ നമ്മൾ ഈ ടെറസിലൊക്കെ ചെടികൾ വയ്ക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഥവാ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മളിവിടെ സ്ഥലത്തില്ലാതിരുന്നാൽ ഇതിൽ വെള്ളം ഒഴിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ വാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ടെറസിൽ വളരെ ഈ കോൺക്രീറ്റിൻ്റെ ചൂട്, അതുമാത്രമല്ല സൂര്യൻ്റെ പ്രകാശം നേരിട്ടടിക്കുന്ന ഭാഗമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ സേവ് ചെയ്യാനായിട്ട് 2-3 ദിവസം നമ്മൾ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിലും ഈ ചെടികൾ വാടിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ അതിനെ സേവ് ചെയ്ത് നിർത്താം എന്നുള്ളൊരു ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഈ നിൽക്കുന്ന ഈ ജാമ്പ ഒരു ബക്കറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പ്ലാസ്റ്റിക് ഷീറ്റല്ല, ഇതൊരു ചാർക്കോളം ഷീറ്റ് എന്ന് പറയും. നമ്മൾ ഈ ടൈലൊക്കെ തറയിലിടുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ഫ്ലോറിൽ ഒട്ടിക്കുന്ന ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ ഭാഗം കണ്ടില്ല, ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് സിമ്പിളാണ്, ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ലൈന് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ തണ്ട് വരുന്ന ഭാഗം ഇവിടെ സെൻട്രൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടുന്ന് ഈ സംഭവം ഇങ്ങനെ ഒന്ന് കയറ്റി ഇതങ്ങ് ഇട്ട് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ മൂടിക്കിടക്കും. ഇങ്ങനെ മൂടിക്കിടക്കുമ്പോൾ ഉള്ള നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇച്ചിരി കട്ടിയുള്ള ഷീറ്റായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഇതിലായിരിക്കും വന്ന് അടിക്കുന്നത്. ഒരു കാരണവശാലും ഇതിൻ്റെ മണ്ണിലേക്ക് അതിൻ്റെ ആ ഒരു സൂര്യൻ്റെ ചൂട് നേരിട്ടടിക്കില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണൊരിക്കലും ഈ മണ്ണ് ഉണങ്ങിപ്പോകാതെ നല്ല പക്കയായിട്ട് കിടക്കുമെന്നുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന കറിവേപ്പ്, ഈ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഞാൻ ഇതേ ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് പൊക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിനകത്ത് എപ്പോഴും മണ്ണിങ്ങനെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2 ദിവസത്തോളമായി വെള്ളം ഒഴിച്ചിട്ട്, ഞാനിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് 2 ദിവസമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് മാത്രമല്ല ഗുണം, ഇതിപ്പോൾ നമുക്ക് സൂര്യൻ്റെ പ്രകാശം അടിക്കാതെ ഒരു 2-3 ദിവസം ഇതിൻ്റെ ചോടുണങ്ങാതിരിക്കും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചെടികൾ വാടിപ്പോകുന്നതിൻ്റെ, ഭയങ്കരമായിട്ട് വെയിലടിച്ച് വാടിപ്പോകുന്നതിൻ്റെ പ്രധാന പ്രശ്നം ഇതിൻ്റെ ചോട്ടിലെ മണ്ണ്, ഇവിടുത്തെ ഈ ചോട്ടിലെ മണ്ണ് പ്രകാശമടിച്ച് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കുന്നത് മാത്രമല്ല, നമുക്ക് അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പുല്ല് വളരാതെ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കറിവേപ്പ്, ഈ പറയുന്ന പോലെ ജാമ്പ, ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഈ പുല്ല് വളരുന്നത് അതിനൊന്നും ഒട്ടും ഗുണകരമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ പുല്ല് പറിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ പുല്ല് പറിച്ചൊക്കെ പുഴുതൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ മണ്ണും കൂടി അതിൻ്റെ കൂടെ പിഴുതിങ്ങ് വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവും, ഇതിലിനി എങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ ഇതിൻ്റെ പുറത്ത് ഈ ഷീറ്റിൽ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ വെള്ളം നിങ്ങൾ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒരിടത്തും കെട്ടി നിൽക്കില്ല. ഈ 4 ചുറ്റുമുള്ള സ്പേസിൽ കൂടി, പിന്നെ നമ്മളിവിടെ ഒരു കീറലുണ്ട്, പിന്നെ ഈ ഹോളുണ്ട്, ഇതിൻ്റെ എല്ലാ ഇടയിൽ കൂടി അങ്ങ് അടിയിലേക്ക് വെള്ളം എത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും ഒരു പ്രശ്നം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ചെടികളെല്ലാം ഈ ടെറസ് പോലുള്ള ഏറ്റവും കൂടുതൽ ഈ ചൂടടിക്കുന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഈ ഷീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് ചാക്കുകളോ അല്ലെങ്കിൽ ഈ ചണച്ചാക്കുകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ചണച്ചാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ പുല്ലുകളൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് പൊടിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ചണച്ചാക്ക് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ, ആ ചണച്ചാക്കിൽ കൂടി ഈർപ്പം നിൽക്കും. ആ വെള്ളം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആ ചണച്ചാക്കിൽ പിടിച്ച് നിൽക്കും കുറേയേറെ, ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ടൊക്കെ അതിൽ പിടിച്ച് നിൽക്കുമെന്നുള്ളതാണ്. പിന്നെ ഇതുപോലുള്ള ഷീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതാണ്. കാരണം ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് ഇത് ഒരു കാരണവശാലും താഴേക്ക് വെള്ളം ഇറങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കുഞ്ഞ് ടെക്നിക്കുകളിലൂടെ നമ്മളൊരു 2-3 ദിവസം നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ നമുക്ക് ഈ ചെടികളെ നമുക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പുല്ല് വളരുന്നതും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ എടുക്കണവരെ എല്ലാവർക്കും ബൈ.